പ്രാർത്ഥനയല്ല പ്രവൃത്തിയാണ് നമ്മളെ കാര്യം നേടാനായിട്ട് ഏറ്റവും അത്യാവശ്യം. എനിക്കൊരു കാര്യം എടുത്തു പറയേണ്ടത്, ഇവരുടെ മുമ്പിൽ ഇരുന്നിട്ട് ഇങ്ങനെയുള്ള കുടുംബശ്രീ അംഗങ്ങൾ എല്ലായിടത്തും ഉള്ളവർ ഇത് കാണാനായിരിക്കും. നിങ്ങൾക്ക് ഇങ്ങനെ കുറേ കാര്യം ചെയ്യാൻ പറ്റും നാട്ടിൽ. കാരണം ബാക്കിയുള്ളൊരു പാർട്ടിയുടെ കാര്യം പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി അതും പറഞ്ഞ് നടക്കണേ. ഇങ്ങനെ ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ ഇതേപോലെ പല കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ നിങ്ങൾക്ക് നടത്താൻ പറ്റുമെന്ന് കാണിച്ചു കൊടുത്തേക്കണേയാണ്. നല്ലൊരു കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സന്തോഷം. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. ഞാനിപ്പോൾ എറണാകുളം എടപ്പള്ളിക്ക് അടുത്ത് ചേരാനല്ലൂർ നിൽക്കുന്നത്. ചേരാനല്ലൂർ ഇവിടെ ഇന്നൊരു സമരം നടക്കുകയാണ്. അത് ഓരോ പാർട്ടിയുടെ ബേസിലൊന്നുമല്ല, ജനങ്ങളെല്ലാവരും കൂടി ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ടൊരു അടിപ്പാതൊക്കെ ആയിട്ടുള്ളൊരു സമരം നടക്കുകയാണ്. അതിൻ്റെ ഒരു കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു ഞാൻ വീഡിയോ ചെയ്യുന്നത്. എന്നാലും അതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോവാം. നമുക്ക് അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഒന്ന് സ്വയം പരിചയപ്പെടുത്തിയ. ഞാൻ കുടുംബശ്രീയുടെ ചെയർപേഴ്സണാണ്. പേര് നസീമ, ചേരാനല്ലൂർ കുടുംബശ്രീ ചെയർപേഴ്സൺ. ഇവിടെ നിൽക്കുന്നവർ ഇത് കുടുംബശ്രീയുടെ മെമ്പറാണ്. പേര് ലെനീനറ്റോ. അതുപോലെ തന്നെ 17-ാം വാർഡിൻ്റെ CDSൻ്റെ മെമ്പറാണ് ടിഞ്ചു. ശ്രീദേവി 6-ാം വാർഡ് CDS മെമ്പർ. അതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്തിൻ്റെ ക്ഷേമകാര്യ ചെയർപേഴ്സൺ ഷീബ KP. അതുപോലെ തന്നെ 10-ാം വാർഡ് മെമ്പർ വിൻസി ഡെറീസ്. 14-ാം വാർഡ് കുടുംബശ്രീ CDS മെമ്പർ ജെസ്സി ജോർജ്. 10-ാം വാർഡ് CDS മെമ്പർ സനിത. 2-ാം വാർഡിൻ്റെ CDS മെമ്പർ പ്രിൻസി. അതുപോലെ തന്നെ 9-ാം വാർഡിൻ്റെ ബെറ്റി പോൾ. 8-ാം വാർഡിൻ്റെ CDS മെമ്പർ ഷാരി. 4-ാം വാർഡ് CDS മെമ്പർ സുനീറ. ഗ്രാമപഞ്ചായത്തിൻ്റെ 1-ാം വാർഡ് മെമ്പർ രമ്യ തങ്കച്ചൻ. അതുപോലെ തന്നെ കുടുംബശ്രീ CDSൻ്റെ മെമ്പർ 1-ാം വാർഡിൻ്റെ മോളി ആൻ്റണി. അതോടൊപ്പം തന്നെ 15-ാം വാർഡ് CDS മെമ്പർ ഉഷാദേവി. ഇന്നിവിടെ നടക്കാൻ പോകുന്നത് ഇന്നിവിടെ നടക്കാൻ പോകുന്നത് ഞങ്ങൾ ഒരു സർക്കാരിനെതിരെയുള്ളൊരു സമരമല്ല, ഒരു സമരപരിപാടിയല്ല ഉദ്ദേശിക്കുന്നത്. അടിപ്പാത ഞങ്ങൾക്ക് ആവശ്യമല്ല, അത്യാവശ്യമാണ് അടിപ്പാത. 2.5 കിലോമീറ്ററിൽ ഞങ്ങൾക്കിവിടെ അടിപ്പാത അനുവദിച്ചിട്ടില്ല. ഓരോ കിലോമീറ്ററിലും ഓരോ അടിപ്പാത അനുവദിച്ചിരിക്കെ എന്തുകൊണ്ട് ചേരാനല്ലൂർ പ്രദേശത്ത് ഒരടിപ്പാത പോലും ഞങ്ങൾക്ക് നൽകിയില്ല എന്നുള്ളതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അത് ആ അടിപ്പാതയുടെ ആവശ്യം, അടിപ്പാത നേടിയെടുക്കലാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. 500ഓളം പ്രവർത്തകരെ അണിനിരത്തി ഞങ്ങൾ ഇതിനോടനുബന്ധിച്ച് വനിതാ മതിൽ തീർത്തു. ഇപ്പോൾ അതുപോലെ തന്നെ കൂട്ടമായിട്ടുള്ള പെറ്റീഷൻ തപാൽ ക്യാമ്പയിൻ 5 അധികാരികൾക്കാണ് ഞങ്ങൾ പെറ്റീഷൻ തപാൽ ക്യാമ്പയിൻ വഴി ഞങ്ങളുടെ നിവേദ്യം കൊടുക്കുന്നത്. അതായത് ചേരാനല്ലൂർ പഞ്ചായത്തിൽ 300ഓളം കുടുംബശ്രീ യൂണിറ്റുകളും അതോടൊപ്പം തന്നെ 4000-ലധികം അംഗങ്ങളുമുണ്ട്. അപ്പോൾ ഈ 300ഓളം യൂണിറ്റ്, ഒരു യൂണിറ്റ് ഒരു പെറ്റീഷൻ വെച്ചിട്ടാണ് അധികാരികൾക്ക് കൊടുക്കുന്നത്. ആ ഒരു യൂണിറ്റിൽ 15 മെമ്പേഴ്സ് 20 മെമ്പേഴ്സ് ഉണ്ട്. അത്രയും പേര് സൈൻ ചെയ്ത് അവരുടെ ആവശ്യം അറിയിച്ചിട്ടാണ് ഇത് അധികാരികളിലേക്ക് എത്തിക്കുന്നത്. ഞങ്ങൾക്ക് അടിപ്പാത കിട്ടിയേ തീരൂ. അടിപ്പാത കിട്ടുന്നത് വരെ ഞങ്ങൾ ഇതുപോലുള്ള പ്രതിഷേധവുമായി കുടുംബശ്രീ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. ഇത് ഞങ്ങളുടെ 2ാമത്തെ പ്രതിഷേധമാണ്. പ്രതിഷേധങ്ങൾ തുടർന്നും ഉണ്ടായിക്കൊണ്ടിരിക്കും. അടിപ്പാത എന്ന് കിട്ടുന്നു അതുവരെ ഒറ്റക്കെട്ടായിട്ട് കുടുംബശ്രീ എല്ലാ അംഗങ്ങളും കൂടെയുണ്ട്. അടിപ്പാതയാണ് ആവശ്യമായ അനിവാര്യമായ സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് ചേരാനല്ലൂർ പ്രദേശത്ത് അടിപ്പാത കിട്ടിയേ തീരും. അപ്പോൾ നമ്മുടെ ഉദ്ഘാടകനായ ബൈജു ജോസ് ക്ഷണിച്ചിട്ടുണ്ട്. ഒന്ന് ജോയിൻ ചെയ്യാമോ? അപ്പോൾ ഇന്ന് ഇവരിങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി ഒരു സമരം ചെയ്യുകയാണ്. ഞാനൊരു പങ്കാളിയായിട്ട് ഇങ്ങോട്ട് വന്നതാണ്. ഞാനൊരു യൂട്യൂബറാണ്, ഒരു ആർട്ടിസ്റ്റും കൂടിയാണ്. അപ്പോൾ എന്താണ് ബൈജുചേട്ടൻ എന്താണ് പറയാനുള്ളത് ഇതിൽ ഇങ്ങോട്ട് വരാൻ ഇവരിങ്ങനെ വിളിച്ചപ്പോൾ? അല്ല, എനിക്കൊന്നും പറയാനില്ല. ഇത് അതായത് വേറെ ഒന്നും കൊണ്ടല്ല, നെഗറ്റീവ് ചോദ്യമല്ല. നേരെ മറിച്ച് എന്നെ വിളിച്ചപ്പോൾ ഞാൻ ആദ്യം ചോദിച്ചത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടിയാണെങ്കിൽ ഞാനില്ല. നേരെ മറിച്ച് ജനങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു പ്രോഗ്രാം അല്ല. ഇത് ആക്ച്വലി ഈ ജനങ്ങളുടെ ആവശ്യമാണ്. അത് ആവശ്യങ്ങളെപ്പോഴും ചോദിച്ചു വാങ്ങുന്നതാണല്ലോ നമ്മുടെ കേരളത്തിൻ്റെ ശീലം. അപ്പോൾ അങ്ങനെ ഈ നാടിൻ്റെ അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങളുടെ, ഇവിടെ കച്ചവടം ചെയ്യുന്നതായാലും ഇവിടെ ജീവിക്കുന്നതായിട്ടുള്ള ആളുകളുടെ ആവശ്യങ്ങൾ അവർ കേന്ദ്ര ഗവൺമെൻറ്റിനോടും കേരള ഗവൺമെൻറ്റിനോടൊക്കെ ചോദിക്കുകയാണ്. ഇതിനെതിരെ കണ്ണടക്കുക എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണ്. കണ്ണടക്കാതിരിക്കട്ടെ, ഇത് നടപടിയാവട്ടെ. ഇവിടുത്തെ ജനങ്ങൾക്കും കേരള ഗവൺമെൻറ്റിനും കേന്ദ്ര ഗവൺമെൻറ്റിനും ഒക്കെ ഇത് ഗുണകരമായിരിക്കും. അല്ലെങ്കിൽ തീർച്ചയായിട്ടും
ഞങ്ങൾ അതിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരും അല്ലേ? അതെ, തീർച്ചയായും. മാഡത്തിനോടൊരു കാര്യം കൂടി ചോദിക്കട്ടെ. ഇനിയിപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഇത് പരിപാടികൾ പോകുന്നത്? ഇപ്പോൾ ബൈച്ചേട്ടനോട് ഒരു അതായത് നമ്മുടെ ഉദ്ഘാടകൻ അടിപ്പാതയുടെ ആവശ്യം ഡ്രോയിങ്ങിലൂടെ നിർവഹിക്കാനാണ് എത്തിയിട്ടുള്ളത്. അതിനുശേഷം ഞങ്ങൾ കുടുംബശ്രീ പ്രവർത്തകരുണ്ട്, സമരസമിതിയുടെ അംഗങ്ങളുണ്ട്. അവരായിട്ട് ഒരു റാലിയോടുകൂടെ പോസ്റ്റ് ചെയ്ത് നിർവഹിക്കാനാണ്. പോസ്റ്റ് ഓഫീസിൽ പോയി പോസ്റ്റ് ചെയ്ത് കൂട്ടത്തോടെ 300ഓളം അയൽക്കൂട്ടങ്ങൾ 4000-ലധികം അംഗങ്ങളുടെ ഒപ്പ്, അടിപ്പാത ആവശ്യപ്പെട്ടിട്ട് 4000-ലധികം അംഗങ്ങൾ ഒപ്പിട്ടിട്ട് 300ഓളം അയൽക്കൂട്ട യൂണിറ്റുകളാണ് ഇന്നവിടെ ലെറ്റർ പോസ്റ്റ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് അടിപ്പാത അനുവദിക്കും വരെ ഞങ്ങൾ ഇതുപോലുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് തന്നെ പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കുടുംബശ്രീ യൂണിറ്റിൻ്റെ ഒറ്റക്കെട്ടായിട്ടുള്ളൊരു തീരുമാനമാണത്. എല്ലാവരും അതിനു വേണ്ടി തയ്യാറെടുത്തേക്കുക. ഞാനും തയ്യാറെടുത്തേക്കാണ്. എന്തായാലും വിജയം കാണണം. പ്രസിഡന്റ് ഉണ്ട്, പഞ്ചായത്ത് ആരൊക്കെയാണെന്ന് എനിക്കറിയില്ല. മെമ്പർ പരിചയപ്പെടുത്തി ഞാൻ പരിചയപ്പെടുത്താം. ചേരാനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റാണ് ശ്രീ KG രാജേഷ്. അതുപോലെ തന്നെ 3-ാം വാർഡ് മെമ്പറും സമരസമിതി ചെയർമാനുമാണ്. അതോടൊപ്പം തന്നെ വൈസ് പ്രസിഡൻറ്റ് ആരിഫ മുഹമ്മദ്, സമരസമിതി ട്രഷറർ നിയാസ്, അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ ലത്തീഫ് ക, സുബൈർ ക, SDPIയുടെ നേതാവുണ്ട്. എനിക്ക് കറക്റ്റ് ഇതൊന്നും അറിയില്ല. SDPIയുടെ നേതാവുണ്ട്. അതുപോലെ തന്നെ ഈ സമരസമിതി എന്ന് രൂപീകരിച്ചു അന്ന് തുടങ്ങി കാണാൻ പറ്റുന്ന ഒരാളാണ് ഖാലിദ്, യൂസഫ് ക. അങ്ങനെ ഒരുപാട് പേര് ഞങ്ങൾക്ക് പിന്തുണയും സപ്പോർട്ടുമായിട്ട് കൂടെയുണ്ട്. ഞാൻ ഞങ്ങളുടെ ബഹുമാന്യനായ പഞ്ചായത്ത് പ്രസിഡന്റിന് കൈമാറും. ഈ അവസരത്തിൽ എന്താണ് ചേട്ടാ പറയാനുള്ളത്? നമ്മുടെ ഇതിപ്പോൾ പലരും കാണുകയാണല്ലോ, പുറത്തുള്ള ആൾക്കാരും കാണുകയാണ്. അപ്പോൾ എന്താണ് പറയാനുള്ളത്? ഈ ദേശീയപാത നിർമ്മാണം ആരംഭിച്ചപ്പോൾ തന്നെ ഈ ദേശീയപാതയുടെ അശാസ്ത്രീയത ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിരവധി സമരപരിപാടികൾ നമ്മുടെ പഞ്ചായത്തിൽ നടത്തപ്പെടുകയുണ്ടായി. അത് ബഹുജന സംഘടനകളെല്ലാം ഈ സമരത്തിൻ്റെ മുഖത്തുണ്ട്. ഇപ്പോൾ റെസിഡൻസ് അസോസിയേഷൻ, ഗ്രാമപഞ്ചായത്ത്, വിവിധ മതസംഘടനകൾ. അപ്പോൾ ഏറ്റവും ഗംഭീരമായി അതിൽ പങ്കെടുക്കുന്നതാണ് നമ്മുടെ ചേരാനല്ലൂർ കുടുംബശ്രീ. ഇപ്പോൾ 2ാമത്തെ സമരമാണ് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഈ ദേശീയപാത അടിപ്പാത വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 2ാമത്തെ സമരമാണ് അവരുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്നത്. രണ്ടും ജനപങ്കാളിത്തം കൊണ്ട് നമ്മളെല്ലാവരെയും ആവേശഭരിതരാക്കിയ സമരങ്ങളാണ് കുടുംബശ്രീ നേതൃത്വത്തിൽ നടത്തപ്പെടുന്നത്. ഈ കൊച്ചി നഗരത്തോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്ത് എന്നുള്ള നിലയിൽ ഇതൊരു നഗര പഞ്ചായത്ത് തന്നെയാണ്. ഇപ്പം ഇവിടെ ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകാനായിട്ട് 2.5 മീറ്റർ പരിധിയിൽ, 2.5 കിലോമീറ്റർ പരിധിയിൽ നമുക്കൊരു അടിപ്പാതയില്ല. അത് ജനങ്ങളുടെ ഒരു ന്യായമായ ആവശ്യമാണ്. പക്ഷേ അധികാരികൾ അതിനെതിരെ മുഖം തിരിക്കുന്ന ഒരു സമീപനമാണ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് സ്വീകരിച്ചു വരുന്നത്. ഇപ്പോഴൊരു ചർച്ചയ്ക്ക് പോലും വിളിക്കാൻ ഇതിൻ്റെ അധികാരികൾ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ കുടുംബശ്രീ ഇനിയും ഇവർ സമര രംഗത്തുണ്ടാകും. പഞ്ചായത്തിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഈ ഒരു അടിപ്പാത വേണമെന്നുള്ള ആവശ്യത്തിന് ഇവിടുത്തെ ബഹുജന സംഘടനകൾ മുഴുവൻ രംഗത്തുണ്ട്. അപ്പോൾ അടിപ്പാത കിട്ടിയേ തീരൂ എന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യം. വളരെ സന്തോഷം. എനിക്കൊരു കാര്യം എടുത്തു പറയേണ്ടത്, ഇവരുടെ മുമ്പിൽ ഇരുന്നിട്ട് ഇങ്ങനെയുള്ള കുടുംബശ്രീ അംഗങ്ങൾ എല്ലായിടത്തും ഉള്ളവർ ഇത് കാണാനായിരിക്കും. നിങ്ങൾക്ക് ഇങ്ങനെ കുറേ കാര്യം ചെയ്യാൻ പറ്റും നാട്ടിൽ. കാരണം ബാക്കിയുള്ളൊരു പാർട്ടിയുടെ കാര്യം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി അതും പറഞ്ഞ് നടക്കണേ. ഇങ്ങനെ ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ ഇതേപോലെ പല കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ നിങ്ങൾക്ക് നടത്താൻ പറ്റുമെന്ന് കാണിച്ചു കൊടുത്തേക്കണേണ്. നല്ലൊരു കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സന്തോഷം. മുഖ്യാതിഥികൾക്ക് സ്വാഗതം. ശ്രീ ബൈജു ജോസ്, അതുപോലെ തന്നെ ചേരാനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, അതോടൊപ്പം തന്നെ വൈസ് പ്രസിഡന്റ്, സമരസമിതി അംഗങ്ങൾ, പഞ്ചായത്തിൻ്റെ മെമ്പർമാർ എല്ലാവരും വേദിയിലേക്ക് കടന്നിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. തന്നെ പ്രശസ്ത ഗായകൻ കൊച്ചിൻ മൻസൂർ ഇന്ന് ഒരു പ്രത്യേക പ്രോഗ്രാം ഉള്ളത് കൊണ്ടാണ് എത്താൻ പറ്റാതിരുന്നത്. നമ്മളുടെ പ്രോഗ്രാം മിസ് ചെയ്തതിൽ ശ്രീ കൊച്ചിൻ മൻസൂർ ഒരുപാട് എന്താ ബുദ്ധിമുട്ട്, വിഷമം പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ സമരസമിതി തുടക്കം മുതൽ കാണാൻ പറ്റുന്ന ഒരാളാണ് കൊച്ചിൻ മൻസൂർ. ഏതൊരു സംഘടനയാകട്ടെ, ഏതൊരു പാർട്ടിയാകട്ടെ, ഈ അടിപ്പാതയോടനുബന്ധിച്ച് ഒരു പ്രോഗ്രാം നടത്തിയാൽ കൊച്ചിൻ മൻസൂർ ഇല്ലാത്ത ഒരു പ്രോഗ്രാം ഇതുവരെ ഉണ്ടായിട്ടില്ല. കൊടുക്കുന്ന ചേരാനല്ലൂർ കുടുംബശ്രീയുടെ പ്രിയപ്പെട്ട ചെയർപേഴ്സൺ ശ്രീമതി നസീമ ഹനീഫ,
അതുപോലെ തന്നെ ഇന്നത്തെ ഈ റാലി ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ നാട്ടുകാരൻ കൂടിയായ പ്രശസ്ത സിനിമ സീരിയൽ താരം എന്ന് മാത്രം പറഞ്ഞ അദ്ദേഹത്തെ ഒതുക്കിക്കളയരുത്. ഒരു സമ്പൂർണ്ണ കലാകാരനാണ് അദ്ദേഹം. മിമിക്രി ആർട്ടിസ്റ്റാണ്, ഗായകനാണ്, ചിത്രരചന, അധ്യാപകനാണ്. സംഘടനകളും എല്ലാവരും സമരത്തിൽ ഏർപ്പെട്ടിരുന്നു. എന്നാൽ തികച്ചും വ്യത്യസ്തമായ പ്രാർത്ഥനയല്ല, പ്രവൃത്തിയാണ് നമ്മളെ കാര്യം നേടാനായിട്ട് ഏറ്റവും അത്യാവശ്യം. അതുകൊണ്ട് ഞാനിവിടെ എന്ത് വരയ്ക്കും, എങ്ങനെ വരയ്ക്കും എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇവിടുത്തെ ഒരു സ്ത്രീ ശക്തിയുടെ ആ ഒരു പ്രഭാവത്തിൽ ഞാനൊരു കുറച്ച് അത്തരത്തിലുള്ള ഒരു ചിത്രം വരച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്യാണ്. ശരിയാകുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, എങ്കിലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇത് നടക്കട്ടെ എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനയും ഈ ഒരു ഉദ്ദേശ ലക്ഷ്യത്തിലേക്ക് എത്തട്ടെ എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനയും ആശംസകൾ നേർന്നുകൊണ്ട് ഉദ്ഘാടനത്തിലേക്ക് കടക്കും. താങ്ക് യു. അതെ അതെ, കൈയടിച്ചു. അതിന് നല്ലൊരു ഐഡിയ ഉണ്ട് അല്ലേ? അത് നിങ്ങളുടെ ഒറ്റക്കെട്ടായിട്ടുള്ള സമരമാണ് കാണിച്ചേക്കണത്. ആ, നിങ്ങൾ ഒരുമിച്ച് സമരം ചെയ്യുന്നതാണ് കാണിച്ചത്. അതാണ് ഞങ്ങൾ മെസ്സേജ് കൊടുത്തത് സാറ് അടിപ്പാത വരച്ചു. ഞാൻ വരച്ചിട്ടുണ്ട് സാറ് കൃത്യമായിട്ട് അടിപ്പാത വരച്ചിട്ടുണ്ട്. അപ്പൊ നല്ലൊരു കയ്യടി കൊടുത്തു സാർ. അപ്പോൾ വളരെ കൃത്യമായിട്ട് തന്നെ സാർ അത് വരച്ചു കാണിച്ചു. കുടുംബശ്രീയുടെ ശക്തി, സ്ത്രീ ശക്തി എന്താണെന്ന് സാറ് വരച്ചു. അതൊന്ന് നോക്കി എല്ലാവരും കറക്റ്റ് ആയിട്ടൊന്ന് നോക്കിയത്. ഇപ്പൊ ഒരു ആവേശമൊക്കെ തോന്നുന്നില്ലേ? ആവേശം നേരത്തെ ഉണ്ടല്ലേ? അടിപ്പാതാന്ന് കേൾക്കുമ്പോ തന്നെ ഓക്കെ, താങ്ക് യു സാർ. അപ്പോൾ ആശംസ പറഞ്ഞിട്ട് പോകാം. അപ്പോൾ നമ്മളുടെ ഈ പ്രോഗ്രാമിലേക്ക് ആശംസ. കുടുംബശ്രീ പ്രതിഷേധം സിന്ദാബാദ്. കുടുംബശ്രീ പ്രതിഷേധം സിന്ദാബാദ്. ഇൻകിലാബ് സിന്ദാബാദ്. കുടുംബശ്രീ പ്രതിഷേധം സിന്ദാബാദ്. സ്ത്രീകളാം ഞങ്ങൾക്ക് എവിടെ എവിടെ നടപ്പവകാശം? എവിടെ എവിടെ സഞ്ചാര സ്വാതന്ത്ര്യം? പറയൂ പറയൂ. ഞങ്ങൾക്കില്ല ജാതിമതം, ഞങ്ങൾക്കില്ല രാഷ്ട്രീയം, ഞങ്ങൾക്കുള്ളത് ഒറ്റ ചോദ്യം. എവിടെ എവിടെ അടിപ്പാത? എവിടെ എവിടെ ജനനീതി? പറയൂ പറയൂ അധികാരികളെ. വഴിയടക്കലല്ല വികസനം, വഴി തുറക്കലാണ് വികസനം. ഇൻകിലാബ് സിന്ദാബാദ്. പ്രതിഷേധം സിന്ദാബാദ്. സ്ത്രീകളാം ഞങ്ങൾക്ക് എവിടെ എവിടെ നടപ്പവകാശം? എവിടെ എവിടെ സഞ്ചാര സ്വാതന്ത്ര്യം? താങ്ക് യു.
ചേട്ടാ അല്ല ആ സൈഡിൽ നിന്നിട്ട് ഇട്ടോ അപ്പൊ അങ്ങനെ അവിടെ നിന്നോ അവിടെ നിന്നോ ഞാൻ അവിടെ എവിടെ എവിടെ അടിപ്പാത എവിടെ എവിടെ ജനനീതി പറയൂ പറയൂ അധികാരികളെ വഴിയടക്കലല്ല വികസനം വഴി തുറക്കലാണ് വികസനം പ്രതിഷേധം എല്ലാവരുടെയും പ്രാർത്ഥന നമ്മൾക്ക് എത്രയും പെട്ടെന്ന് അടിപ്പാത സാധ്യമാക്കണം. ഓക്കെ, അപ്പോൾ കൈപുണ്യം എല്ലാവരുടെയും. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരിക്കൽ കൂടി ഒരു കാര്യം എടുത്തു പറയുന്നതാണ് ഇങ്ങനെയുള്ള കൂട്ടായ്മ കുടുംബശ്രീ അല്ലെങ്കിൽ റെസിഡൻസ് അസോസിയേഷൻ അതിലൊന്നും രാഷ്ട്രീയമൊന്നും പാടില്ല. ഇതൊരു ജനകീയ സമരമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഷൂട്ട് ചെയ്യാൻ വന്നതും. എന്നും പറഞ്ഞ് ഞാൻ പാർട്ടിയുടെ ഒരു സാധനം ചെയ്യില്ലെന്നല്ല, ഞാൻ പാർട്ടി നോക്കാതെ ചെയ്യും. നല്ല കാര്യങ്ങൾ അവർ ചെയ്യണുണ്ട്, ഞാനത് വിളിച്ച് പറയാറുണ്ട്, എടുക്കാറുണ്ട്. അത് ഞാൻ പാർട്ടിയൊന്നും നോക്കാറില്ല. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. നമ്മുടെയൊക്കെ നാട്ടിലുള്ള പല കുടുംബശ്രീക്കാർ ഇത് കാണുന്നുണ്ടാവും. അവർക്കൊക്കെ ഒരു എന്താ പറയുക, ഇതൊരു പാഠമായിട്ടാണ് എന്തെങ്കിലും എടുക്കണം. അതായത് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും എന്ന് കാണിച്ചു തന്നിരിക്കുകയാണ് ഇവർ. എന്തായാലും നമ്മൾ ഭാവിയിൽ ഇവരുടെ അടിപ്പാത വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഒരു വീഡിയോ എടുക്കാൻ പോകുന്നുണ്ട്. പിന്നെ എൻ്റെ ചാനലിലൂടെ ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുന്ന അറിയില്ല, ഞാൻ അനാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ നെഗറ്റീവ് കണ്ടൻറ്റുകൾ എനിക്ക് തോന്നുന്ന നെഗറ്റീവ് കണ്ടൻറ്റുകളൊന്നും ഞാൻ ഇടാറില്ല. ചിലപ്പോൾ റീച്ച് കിട്ടണമായിരിക്കും, ഞാൻ എടുക്കില്ല. അപ്പോൾ ഞാൻ അങ്ങനെ കൊണ്ടുപോകണം. പിന്നെ ഞാൻ ഇടുന്ന എല്ലാം പോസിറ്റീവാണെന്ന് ഞാൻ പറയല്ല കേട്ടോ. കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാത്തത് ഉണ്ടാവുമായിരിക്കും, അതൊന്നും പറയാൻ പറ്റില്ല. ഒരാൾക്കും എല്ലാം നല്ലതായിട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മുടെ ചാനലിലൂടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമുക്ക് ഇതുപോലുള്ള നിങ്ങൾ കാണേണ്ട അല്ലെങ്കിൽ അറിയേണ്ടതായിട്ടുള്ള വീഡിയോസായിട്ട് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക് യു, ബൈ. എല്ലാവർക്കും ഒരു അഡ്വാൻസ് ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ വിഷസും കൂടി നേരുന്നു. ഞങ്ങൾക്കില്ല രാഷ്ട്രീയം, ഞങ്ങൾക്കുള്ളത് ഒറ്റ ചോദ്യം.